ഒന്നും ഉണ്ടാക്കണ്ട, പാക്ക് ചെയ്ത് വിറ്റാൽ ലാഭം 500 മുതൽ 1200 വരെ. എന്നാ പിന്നെ തനിക്കങ്ങ് ചെയ്തൂടെ എന്നായിരിക്കും ആദ്യത്തെ കമന്റ് വരുന്നത്. അത് മോശം കമന്റ് ആണ്. കാരണം മറ്റൊന്നുമല്ല, നമ്മളൊരു കോളേജിൽ പഠിക്കാൻ പോയാൽ പ്രൊഫസർ നമ്മളെ പഠിപ്പിക്കും. എന്നാ പിന്നെ പ്രൊഫസർക്ക് അങ്ങ് പഠിച്ചാ പോരെ എന്ന് ചോദിക്കുന്നതിനകത്ത് വല്ല ലോജിക്കും ഉണ്ടോ? ഒരുപാട് പണികൾ ചെയ്യുന്നുണ്ട്. അക്കൂട്ടത്തിൽ ഒരു പണിയാണ് ഈ പണിയും. അപ്പൊ ഞാൻ ചെയ്യുന്നില്ല. താല്പര്യമുള്ളവർക്ക് മുമ്പോട്ട് കാണാം. സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാവും. വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഒന്നും ഉണ്ടാക്കാതെ പാക്ക് ചെയ്ത് വിറ്റാൽ ലാഭം കിട്ടുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വലിയ സ്ട്രെയിൻ ഒന്നുമില്ല, എന്നാൽ സ്ട്രെയിൻ ഉണ്ട് താനും. നിങ്ങൾ ഒന്നും നിർമ്മിക്കേണ്ടതില്ല. കടകളിൽ കിട്ടുന്ന സാധനങ്ങൾ വാങ്ങി മനോഹരമായി പാക്ക് ചെയ്യാൻ അറിയാമോ? എങ്കിൽ വീട്ടിലിരുന്ന് തുടങ്ങാവുന്ന ഏറ്റവും എളുപ്പമുള്ള ബിസിനസ്സാണ് ഗിഫ്റ്റ് ഹാമ്പർ മേക്കിംഗ്. ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരുപാട് സ്കോപ്പ് ഇനിയുമുണ്ട്. 500 രൂപ മാത്രം ചെലവാക്കി ഉണ്ടാക്കുന്ന ഒരു ഹാമ്പറിന് 1200 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. ഓൾറെഡി ആളുകൾ വിൽക്കുന്നുമുണ്ട്. നിർമ്മാണ ഭാരമില്ലാതെ കുറഞ്ഞ ചെലവിൽ ഇതെങ്ങനെ തുടങ്ങാം എന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം, പ്രത്യേകിച്ച് വീട്ടിലിരിക്കുന്ന വനിതകളാണ് ഇത് തുടങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഒരാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ ചുറ്റുപാടുമുള്ള ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള വനിതകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഇത് തുടങ്ങാം. വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഓക്കെ, ഇതിന് എന്തൊക്കെയാണ് റോ മെറ്റീരിയൽസ് വേണ്ടത്, ഇല്ലെങ്കിൽ സോഴ്സിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇതിന് ആവശ്യമായ സാധനങ്ങൾ കണ്ടെത്തുകയാണ് നമ്മൾ വേണ്ടത്. പ്രത്യേകിച്ച് ഇതിന് നിർമ്മാണ യൂണിറ്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. വേണ്ടത് എന്തൊക്കെയാണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റുകൾ, പേപ്പർ ബോക്സുകൾ, റിബണുകൾ, ഷ്രെഡഡ് പേപ്പറുകൾ, ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ടത്. പിന്നെ ഉള്ളിൽ വെക്കാനായിട്ട് ചോക്ലേറ്റുകൾ, ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രാഗ്രൻസ് കാൻഡിലുകൾ, കസ്റ്റമൈസ്ഡ് മഗ്ഗുകൾ. ഇവ പ്രാദേശികമായിട്ട് ഹോൾസെയിൽ കടകളിൽ നിന്നോ അലിബാബ, ആമസോൺ പോലുള്ള ഓൺലൈൻ സൈറ്റുകളിൽ നിന്നോ മൊത്തവിലയ്ക്ക് വാങ്ങാൻ പറ്റും. ഇനി ഇതിന്റെ കസ്റ്റമൈസേഷനും തീമുകളുമാണ്. ഈ തീമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനം. അതുകൂടാതെ കസ്റ്റമൈസേഷനും പ്രധാനമാണ്. അതാണ് ഞാൻ എടുത്തു പറഞ്ഞ ലേഡികൾക്ക്. അവർക്ക് കുറച്ചുകൂടെ ക്രിയേറ്റിവിറ്റി ഇതിനകത്തുണ്ടായിരിക്കും. ഈ ബിസിനസിന്റെ വിജയം നിങ്ങളുടെ പാക്കിങ്ങിന്റെ ഭംഗിയിലാണ്. ആളുകൾ ആവശ്യപ്പെടുന്ന തീം അനുസരിച്ച് വേണം നിങ്ങൾ ഹാമ്പറുകൾ ഒരുക്കാനായിട്ട്. ബർത്ത്ഡേ ഹാമ്പർ, അതിനകത്ത് ചോക്ലേറ്റ് വരും, വാലറ്റ് വരും, ചെറിയ ഫോട്ടോ ഫ്രെയിം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അവരുടെ ഫോട്ടോ അതിനകത്ത് കാണുകയും ചെയ്യും. സെക്കൻഡ് വൺ ഈസ് ന്യൂ ബോൺ ബേബി ഹാമ്പർ. ബേബി സോപ്പ്, ചെറിയ ഡ്രസ്സുകൾ, കളിപ്പാട്ടങ്ങൾ. ഓൾറെഡി ഈ ടൈപ്പിലുള്ളത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ വിജയം. ഇനിയുള്ളത് കോർപ്പറേറ്റ് ഹാമ്പർ ആണ്. ഡയറി, പേന, ഡ്രൈ ഫ്രൂട്ട്സ്. ആളുകൾക്ക് അവരുടെ ബജറ്റിനനുസരിച്ച് സാധനങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനും നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി ഇതിന്റെ വിലയിടലും ലാഭവും എങ്ങനെയാണെന്ന് നോക്കാം. പ്രൈസിങ് ആൻഡ് പ്രോഫിറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളുടെ ആകെ ചിലവ് 400 രൂപ. ഒരു ഐറ്റം മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് ഡിപ്പെൻഡ് അപ്പോൺ ദ സിറ്റുവേഷൻ ആണ്. പല ടൈമിലും പല റേറ്റും പല കാര്യങ്ങളും വരാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ 400 രൂപ എന്ന് കരുതുക. അതിനകത്ത് ബോക്സ്, റിബണ്, പാക്കിങ് എല്ലാം കൂടെ ചെലവ് ഒരു 100 രൂപ വരുന്നു. വെക്കുന്ന സാധനത്തിന് 400 രൂപ, ബോക്സും റിബണും ഒക്കെ 100 രൂപ. അപ്പോൾ ടോട്ടൽ വരുന്നത് 500 രൂപ. അതായത് ഈ ഹാമ്പറിന് നമ്മൾ മുടക്കിയ തുക 500 രൂപയാണ്. വിപണിയിൽ 1000 മുതൽ 1200 രൂപ വരെ ഇതിന് വാങ്ങാൻ പറ്റും. അതായത് ഒരു ഹാമ്പറിൽ നിന്ന് 50% വരെ ലാഭം പ്രതീക്ഷിക്കാം. പിന്നെ പ്രീമിയർ ഹാമ്പറുകൾ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വേറെ ഉണ്ട്. അതിനകത്താണെങ്കിൽ ലാഭം ഇനിയും കൂടും. ഇനി അഥവാ ഈ പറഞ്ഞ 50% വരെ ലാഭം കിട്ടിയില്ലെങ്കിൽ പോലും നല്ല വരുമാനം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലാഭത്തെക്കാൾ കൂടുതൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് വോള്യൂം ഓഫ് ബിസിനസിനെ കുറിച്ചാണ്. എത്ര ബിസിനസ് കൂടുന്നോ അത്രയും കൂടുതൽ നമുക്ക് ലാഭം കൂടുകയും ചെയ്യും, നമ്മളെ ആളുകൾ അറിയുകയും ചെയ്യും. ഇനി ഇതിന്റെ വിൽപ്പന അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, സെല്ലിംഗ് ആൻഡ് മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, വിറ്റാലല്ലേ കാര്യങ്ങൾ നടക്കൂ. അതിന് നമുക്ക് ഇത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഒരു ഇൻസ്റ്റഗ്രാം പേജ് തുടങ്ങുക, ഒരു ഫേസ്ബുക്ക് പേജ് തുടങ്ങുക. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് വിറ്റ് പോകാൻ പറ്റും. നിങ്ങളുടെ ഹാമ്പറുകളെ പറ്റിയുള്ള ഡീറ്റെയിൽസ്, നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോകൾ, റീലുകൾ ഒക്കെ അവിടെ പോസ്റ്റ് ചെയ്ത് ഒരു നല്ല ഫോളോവർ ബാക്കപ്പ് ഉണ്ടാക്കിയെടുക്കുക. കാരണം നിങ്ങൾ ഇടുന്ന ഫർദർ ആയിട്ടുള്ള വീഡിയോസ്, റീൽസ്, ഫോട്ടോസ്, സ്റ്റോറീസ് ഒക്കെ കാണാൻ ആളുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നത് പ്രാദേശികമായിട്ടുള്ള ഇവന്റ് പ്ലാനർമാരുണ്ട്, വെഡിങ് പ്ലാനർമാരുണ്ട്. ഇവരൊക്കെ ആയിട്ട് നമുക്ക്
നമുക്കൊരു ടൈപ്പ് ഉണ്ടാക്കി എടുക്കണം. അതൊക്കെ പതിയെ പതിയെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാം. അതിന്റെ കാറ്റലോഗ് വഴി സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്യാൻ പറ്റും. വിവാഹ സീസണുകളിലും വിശേഷ ദിവസങ്ങളിലും വലിയ ബൾക്ക് ഓർഡറുകൾ നമുക്ക് ഇതുമൂലം ഉണ്ടാക്കാൻ പറ്റും. ഒരു കാര്യം എടുത്തു പറഞ്ഞോട്ടെ, ഈ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ തോന്നുമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഈ മാർക്കറ്റിംഗ് ഭാഗത്ത് കുറച്ച് കഷ്ടപ്പാടുകളുണ്ട്. പതിയെ 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 നമ്മളുടെ കസ്റ്റമർ ബേസ് ഉണ്ടാക്കിക്കൊണ്ടുവരാനേ സാധിക്കൂ. ഒറ്റ ദിവസം കൊണ്ട്, 2 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട് വലിയ സെറ്റപ്പിലോട്ട് മാറത്തില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുദ്ദേശിച്ച് നിങ്ങൾ ഈ വർക്ക് ചെയ്യാനും പാടില്ല. പതിയെ 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 ഒരു 6 മാസം കൊണ്ട് നമുക്ക് ഒരു സെറ്റപ്പിലെത്താൻ പറ്റുന്ന രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്താൻ തന്നെ പറ്റും. ഏറ്റവും കുറഞ്ഞ നിക്ഷേപത്തിൽ സ്വന്തം സർഗാത്മകത ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന മികച്ചൊരു ബിസിനസ്സാണിത്. നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കൂ. സംശയങ്ങൾ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. തീർച്ചയായിട്ടും മറുപടി ലഭിച്ചിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.